ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ കാറ്ററിംഗ് സ്പെഷ്യൽ തേങ്ങാക്കൊത്ത് ചേർത്ത് കുരുമുളകിട്ട് വരട്ടിയെടുത്തിട്ടുള്ള നല്ലൊരു സോയാ ചങ്ക്സ് ഫ്രൈ ആണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ നിത്യം തയ്യാറാക്കുന്ന ബീഫ് വരട്ടിയതും ചിക്കൻ വരട്ടിയതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അതിലും വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ല കിടുക്കാച്ചി ഐറ്റമാണ്. ഇനിയിപ്പോൾ ഈ ഒരു മഴക്കാല സീസണിൽ ഇറച്ചിയും മീനും ഒന്നും കിട്ടാത്ത സമയത്ത് ഇതുപോലൊരു പൊളി ഐറ്റം നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. ഞാനിന്ന് കാണിച്ചിട്ടുള്ള ഈ ഒരു അളവ് നമുക്കൊരു 10 പേർക്കാണ് സെർവ് ചെയ്യാനും സാധിക്കുന്നത്. ഇന്നത്തെ എൻ്റെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ യൂസ്ഫുൾ ആണ്. വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ വേണേ കൂട്ടുകാരെ കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാതെ നിങ്ങൾ കമന്റ് തരാനും ശ്രമിക്കരുത്. അങ്ങനെ നിങ്ങൾ അറിയാതെ ചെയ്തു പോകുന്ന ആ ഒരു തെറ്റുകൾ കൊണ്ട് നമ്മുടെ വീഡിയോസിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ കൂടി തന്നെന്ന് ചേച്ചി സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ചങ്ക്സ് വരട്ടിയത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. കാറ്ററിംഗ് സ്പെഷ്യൽ സോയ ചങ്ക്സ് പെരട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം അളവിലാണ് ചങ്ക്സ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത്രയും വലിപ്പമുള്ളതാണ്. പെരട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വലിയ ചങ്ക്സ് ആണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ചങ്ക്സ് വേവിച്ചെടുക്കാനും വേണ്ടിയിട്ട് ഉരുളി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ഭാഗത്തോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി വെള്ളം ഒന്ന് ചൂടായി വരണം. അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചങ്ക്സ് ആണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ചങ്ക്സ് ചേർത്ത് കഴിഞ്ഞാൽ നല്ലവണ്ണം ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കാം. ഇനി ഈ ചങ്ക്സ് ഒന്ന് തിളച്ച് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ചങ്ക്സിനെ ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം. അപ്പോഴേക്കും എല്ലാ ഭാഗവും ഒന്ന് വെന്തുകൂടെ കിട്ടും. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചങ്ക്സ് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചങ്ക്സിനെ ഒരു സ്റ്റെയിനറിലേക്ക് ഒന്ന് കോരി മാറ്റാം. തിളച്ച് വന്ന ചങ്ക്സിനെ ഞാനിവിടെ എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു പാനിലേക്ക് 3 സ്പൂൺ അളവിൽ കുരുമുളകാണ് ആദ്യം എടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ കൂടെ തന്നെ 1 സ്പൂൺ അളവിൽ നല്ല ജീരകമാണ് ചേർക്കുന്നത്. നല്ല ജീരകം കൂടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ 2 സ്പൂൺ അളവിൽ പെരിഞ്ചീരകം കൂടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കൂടി എടുക്കണം. മസാലകളെ 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു 4 ഏലക്ക കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇന്നത്തെ നമ്മുടെ സോയാ ചങ്ക്സ് പെരട്ടിന് നമ്മൾ ഇത്രയും മസാലപ്പൊടികൾ മാത്രമാണ് ചേർക്കുന്നത്. 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മസാലകൾ നല്ലതുപോലെ മൂത്ത് വന്നു. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഫ്രൈ ചെയ്ത മസാലകൾ തണുത്തു വരുമ്പോൾ നമുക്കൊന്ന് പൊടിച്ചുകൂടെ വെക്കാം. ഇനി നമുക്ക് വേണ്ടത് അരമുറി നാളികേരവും 2 ബോൾ വെളുത്തുള്ളി കട്ട് ചെയ്തതും 1 കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതുമാണ്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് 3 ചെറിയ സവാള കട്ട് ചെയ്തതും 3 ചെറിയ തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീണ്ടും നമുക്ക് അതേ ഉരുളി തന്നെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഉരുളി ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 50 ഗ്രാം അളവിലാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ചേർത്തിട്ടുള്ളത്. തേങ്ങാക്കൊത്ത് ചേർത്ത് 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയാണ് ചേർക്കേണ്ടത്. സവാള ചേർത്ത് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് നേരം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് വരെയും വഴറ്റിയെടുക്കാം. സവാള മെറൂൺ കളറിലേക്കൊന്നും ആയി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതിയാകും. സവാള ഒരു 3 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയാണ് ചേർക്കേണ്ടത്. ഈ തക്കാളിയും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളി ഒന്ന് സോഫ്റ്റായി കിട്ടണം. അതുവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. 2 മിനിറ്റ് നേരം തക്കാളി ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുവാണ്. ഈ സമയത്ത് നമ്മുടെ തക്കാളിയിൽ നിന്നും ധാരാളം വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതേ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി കൂടെ ചേർക്കണം. ഇനി മുളക് പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെസിപ്പിക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ കിട്ടുക. നിങ്ങളുടെ കൈവശം കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇപ്പോൾ മുളക് പൊടിയും ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സോയാ ചങ്ക്സ് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മസാലയിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം.
മസാല എല്ലാം തന്നെയും സോയാ ചങ്ക്സിലേക്ക് ഒന്ന് പിടിച്ചു കിട്ടണം. അതുവരെയും ഒരു 2 മിനിറ്റ് നേരം തന്നെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് നേരം ഞാൻ ഇതുപോലെ നല്ലവണ്ണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ ഈ ഒരു സോയാ ചങ്ക്സ് മസാലയ്ക്ക് കുരുമുളകിന്റെയും പെരിഞ്ജീരകത്തിന്റെയും നല്ല ജീരകത്തിന്റെയും നല്ല ഫ്ലേവറാണ് ഈ ഒരു സമയം കിട്ടുന്നത്. അതുപോലെ നമ്മൾ ഇതിലേക്ക് ഗരം മസാലപ്പൊടി ഒട്ടും തന്നെ ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ മസാലപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മുടെ ഫ്ലെയിം അങ്ങ് സിമ്മിലേക്ക് മാറ്റാം. ചെറിയ തീയിൽ വെച്ച് കൊടുത്തിട്ടായിരിക്കണം ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതും. ചെറിയ തീയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാത്രം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. നമ്മുടെ സോയാ ചങ്ക്സ് വരട്ടിയെടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 30 ഗ്രാം അളവിൽ മല്ലിപ്പൊടി കൂടെ ചേർക്കാം. 30 ഗ്രാം എന്ന് പറഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ അളവാണ്. ഇനി മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് വരട്ടിയെടുക്കാം. വീണ്ടും ഒരു 5 മിനിറ്റ് നേരം കൂടെ നല്ലതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുവരെ നമ്മുടെ സോയാ ചങ്ക്സ് അടിയിലൊന്നും പിടിക്കാതെ തന്നെയാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഒരു 3 മിനിറ്റ് കൂടി ആയപ്പോൾ നമ്മുടെ ചങ്ക്സ് ഇതേപോലെ വരണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുറച്ചുകൂടെ കറിവേപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഡ്രൈ ആക്കി എടുക്കാം. നിങ്ങൾക്ക് കുറച്ച് കുഴഞ്ഞ രീതിയിലാണ് തയ്യാറാക്കാൻ താല്പര്യമെങ്കിൽ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒന്നുകൂടെ വരട്ടിയെടുക്കുന്ന പാകത്തിലേക്ക് ആക്കിയെടുക്കുവാണ്. സദ്യകളിലേക്ക് വിളമ്പുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നത്. അതേ ഒരു പാകത്തിനാണ് നമ്മളിന്ന് തയ്യാറാക്കി കാണിക്കുന്നതും. ഒരു 3 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ചങ്ക്സ് ഇതേ ഒരു പാകത്തിലേക്കായി വന്നിട്ടുണ്ട്. ഇതേ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ളതും എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമായ നല്ല അടിപൊളി സോയാ ചങ്ക്സ് വരട്ടിയത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നോൺ വെജ് ഒന്നും കഴിക്കാത്ത എൻ്റെ കൂട്ടുകാർക്ക് ഈ ഒരു റെസിപ്പി ഒരുപാട് തന്നെ ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ ഇറച്ചിയും മീനും ഒക്കെ കിട്ടാത്ത സമയങ്ങളിൽ ഇതുപോലൊരു ചങ്ക്സ് വരട്ടിയത് നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടെ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ തരുന്ന ഓരോ വാക്കുകളുമാണ് മറ്റുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തപ്പെടുന്നതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും